മറ്റു ചില വാർത്തകളിലേക്ക് വിശദമായി. കർണാടകയിലെ ധർമ്മസ്ഥല വെളിപ്പെടുത്തലിലെ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി. DIG MN അനുച്ഛേദ് ദക്ഷിണ മേഖല IG കൂടിക്കാഴ്ച നടത്തി. നാളെ അന്വേഷണം ആരംഭിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസ് ബെൽത്തങ്ങാടിയിൽ പ്രവർത്തിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തത്സമയം ചേരുകയാണ്. പറയൂ റഹീസ്, വിശദാംശങ്ങൾ. SKN പോലീസ് എന്തായാലും അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട്. SIT സംഘം അവരുടെ പണി തുടങ്ങി. അവിടെ ബെൽത്തങ്ങാടിയിലേക്ക് നാളെ രാവിലെ തന്നെ എത്തുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകിട്ടോടുകൂടി ഇവർ മംഗളൂരുവിലെത്തി ദക്ഷിണ മേഖല IG ഓഫീസിലെത്തി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഈ IG കൂടിക്കാഴ്ച നടത്തി. അതിൽ DGP സംഘത്തിൽ ഉണ്ടായിരുന്നില്ല. DIG MN അനുച്ഛേദാണ് ഈ പ്രധാനമായും ഈ സംഘത്തിനെ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. DGPയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം നടത്തുക. പക്ഷേ ഫീൽഡിൽ അധിക സമയം ഉണ്ടാവുക DIG MN അനുച്ഛേദായിരിക്കും. അപ്പോൾ MN അനുച്ഛേദിന്റെ നേതൃത്വത്തിലുള്ള സംഘം മംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം മംഗളൂരുവിലെ ഗസ്റ്റ് ഹൗസിലാണ്. നാളെ പുലർച്ചയോടുകൂടി തന്നെ ഇവർ ഈ ബെൽത്തങ്ങാടിയിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ഈ അനുച്ഛേദ ദക്ഷിണ മേഖല IG വൈകിട്ട് കൂടിക്കാഴ്ച നടത്തി കേസിലെ പ്രധാനപ്പെട്ട അവരുടെ ഒരു രീതി അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുന്നത് ഏത് സ്വഭാവത്തിലായിരിക്കും, ഏത് രീതിയിലായിരിക്കും, എന്തൊക്കെയാണ് തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് വേണ്ട നിർദ്ദേശങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെയും ഈ DIGയും ഒപ്പം തന്നെ IG കൂടിക്കാഴ്ചയിൽ ഇരുവരും തമ്മിൽ സംസാരിച്ചു. ഏതാണ്ട് 1.5 മണിക്കൂറോളം നീളുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു നടന്നത്. അങ്ങനെ അതിനുശേഷം ബെൽത്തങ്ങാടിയിൽ തന്നെയായിരിക്കും ഈ SITയുടെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ള കാര്യം കൂടി വ്യക്തമായിരിക്കുകയാണ്. നേരത്തെ ഇത് മംഗളൂരുവിലായിരിക്കും തുറക്കുക എന്നാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം 75-80 കിലോമീറ്ററുകൾ ഉണ്ട് ഈ ധർമ്മസ്ഥലയിൽ നിന്നും മാംഗ്ലൂരിലേക്ക്. അപ്പോൾ മാംഗ്ലൂരിൽ വേണ്ട, മറിച്ച് അടുത്തുള്ള ബെൽത്തങ്ങാടിയിൽ തന്നെ മതി എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നാളെ ഒരുപക്ഷെ ഈ സംഘം ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ ആ ഏരിയ കാടിന്റെ പ്രധാനമായിട്ടും ആ കാടുകൾ ഉൾക്കാടുകളിലൊക്കെ എത്തി ഒരു പ്രാഥമിക പരിശോധന നാളെ നടത്തും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ നേരത്തെ ഈ സംഘത്തിൽ നിന്ന് മാറിയ സൗമ്യലത IPS ഒഴികെയുള്ള എല്ലാവരും ഇപ്പോൾ ഈ സംഘത്തിനൊപ്പം ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ ഒരുപക്ഷെ ഇനിയും ഈ സംഘത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകാമെന്ന് കൂടി ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അന്വേഷണം നാളെ തന്നെ ആരംഭിക്കും. ഇനി എപ്പോഴാണ് തെളിവെടുപ്പ് നടക്കുക അല്ലെങ്കിൽ അവിടെ ഒരു മാസ് എക്സ്കവേഷൻ നടത്തുക എന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ ചേർന്ന. ഈ റഹീസാണ് പ്രധാനമായിട്ടും റഹീസ് അടങ്ങുന്ന വാർത്താ സംഘമാണ് ഈ സ്പന്ദിക്കുന്ന അസ്ഥിമാടങ്ങൾ എന്നുള്ള വാർത്താ പരമ്പര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്.